ഞങ്ങളുടെ ജെനി ഇന്ന് വെച്ച സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. നമുക്ക് എളുപ്പത്തിൽ കുക്കറിനകത്തൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് തൈര്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് ഉപ്പും കൂടെ വേണേ. ഉപ്പിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടനകത്തോട്ട് അരച്ചതെടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. അതെല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുക്കർ വെക്കുക. അതിനകത്തോട്ട് കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലക്കൂട്ടെല്ലാം അങ്ങോട്ട് ഇടണേ. എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇതെല്ലാം ആ വക സാധനങ്ങളെല്ലാം അതിനകത്ത് ഇടുക. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വന്നു കഴിയുമ്പോൾ ഞാനൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവോള അതിനകത്തോട്ട് ഇടുകയാണ്. അതൊന്ന് നല്ലതായിട്ട് വഴന്ന് വരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. അത് നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ടിട്ട് അതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണേ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ അതങ്ങോട്ട് ചേർക്കുക. അതും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കിയേക്കണേ. ഉപ്പെല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ, മട്ടനല്ലേ ഓരോ മട്ടനും ഡിഫറൻ്റ് ആയിരിക്കും വേകുന്നത്. ഞാനൊരു 4 വിസിലാണേ, മീഡിയം തീയിൽ ഒരു 4 വിസിൽ കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനിയും അതിനകത്തുനിന്നുണ്ടല്ലോ ആ മട്ടനിൽ നിന്നിറങ്ങിയ കുറച്ച് വെള്ളം എടുത്ത് മാറ്റണം കേട്ടോ. കാരണം നമ്മൾ അരി ഇനി അതിനകത്തോട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ വെള്ളം ഞാൻ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ അരി, ബസുമതി റൈസ്, അത് നമ്മൾ അങ്ങോട്ട് ഇടുകയാണേ. അതപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള, അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതും മറ്റേ നമ്മൾ ആ മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടാണേ, അതെല്ലാം കൂടെ നമ്മൾ ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ. നോക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലല്ല, വലിയ തീയിൽ, ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒറ്റ വിസിൽ, അത് മതി കേട്ടോ. ഒറ്റ വിസിലിൽ നമുക്കത് ഒറ്റ വിസിൽ കഴിഞ്ഞു. ഞാനത് തുറന്ന് നോക്കി കേട്ടോ. സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല, കുഴഞ്ഞു പോയിട്ടില്ല. സംഭവം സൂപ്പറായി. അത് ഞാൻ നമ്മുടെ അടുത്ത പാത്രത്തിലോട്ട് സെർവ് ചെയ്യുകയാണേ. ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യുക കേട്ടോ. നിങ്ങളെ കാണിക്കണ്ടേ? കണ്ടോ, എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിൽ നല്ലതായിട്ട് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് വെച്ച നമ്മുടെ മട്ടൻ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കുക്കർ ബിരിയാണി ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ അതല്ല, എന്നെയാ പരീക്ഷിക്കുന്നില്ല. അവള് പറയുന്നത് കഴിച്ചോന്നൊക്കെയാ പറയുന്നത്. എന്നെ കൊണ്ട് ആദ്യം കഴിപ്പിച്ച് നോക്കുമായിരിക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ, കഴിച്ച അഭിപ്രായം പറയാം. സ്റ്റൈലാണ്, നല്ലതാണ്. ഇച്ചിരി ഉപ്പിന് ഒരു കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഈ സാലഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മട്ടന്റെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പാകാം അല്ലേ? ഒരു ശകലം കൂടെ ഉപ്പാകാം, അതേ ഉള്ളൂ. അല്ല വേറെ ഒന്നും. താങ്ക് യു.